ഹായ് ഫ്രണ്ട്സ്, ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവ്രി വൺ. നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ വീടും അവരുടെ ഡിസൈൻസും ഡീറ്റെയിൽസൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മുഴുവൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നുള്ളത് പാലക്കാട്ടാണ്. പാലക്കാട്ടിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള കസ്റ്റമർ ഉവൈസ് ഖാൻ്റെ വീടിലാണ് നമ്മളുള്ളത്. ഉവൈസ് റംഷിയ ദമ്പതികളുടെ വീടാണ്. ഉവൈസ് മനസ്സിൽ നിന്നാണ് അവർ വീടിന് പേര് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. വീട്ടിലേക്ക് വന്ന ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് കിടക്കുമ്പോൾ ഈ പില്ലർ, ഇതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ പില്ലേഴ്സിന് തന്നെ സെറാ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ക്ലാഡിങ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ക്ലാഡിങ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ തന്നെ യാർഡിലും ഫുള്ളായിട്ട് സ്റ്റോൺ വിരിച്ചിട്ടുള്ള മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്ന് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ കിട്ടുന്നത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു മൊസൈക്ക് ഫിനിഷിൽ വരുന്ന ഒരു ഗ്രാനൈറ്റ് ആണ്. ആ ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് ഈ സിറ്റ് ഔട്ടിലെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ അതേ സെറാ ബ്ലാക്ക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പില്ലർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി രണ്ട് പില്ലേഴ്സും അതിന് പറഞ്ഞ വാളിൽ ഈ സൈഡിലും മേലെ വിൻഡോൻ്റെ അടുത്തുള്ള ഒരു പാനലിങ്ങൊക്കെ ഒരു സിമെൻറ്റ് കളറിലുള്ള ടെക്സ്ചർ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീട് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, വളരെ മനോഹരമായിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കണ്ടംപററി ആയിട്ടുള്ള ഡിസൈനിൽ ചെയ്ത് ബോക്സ് ടൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. ഒരു ഗ്ലാസ് ഫിനിഷൊക്കെ വരുന്ന ഒരു മോഡേൺ ഔട്ട്ലുക്കാണുള്ളത്. ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് നിതീഷ് CMൻ്റെ. നമ്മുടെ ബിൽഡക്കേഴ്സിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള നിതീഷിൻ്റെ ഡിസാർട്ട് എന്ന് പറയുന്ന സ്ഥാപനം കൂടെയാണ് ഇതിൻ്റെ ഇന്റീരിയർ എക്സിക്യൂഷൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള സിംഗിൾ ഡോർ, ഒറ്റപ്പൊളിയുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാഷാ അല്ലാഹ് എന്നൊക്കെ എഴുതിയിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വീടിന് അകത്തേക്ക് പോയിട്ട് വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ മൊത്തം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഡോറ് തുറന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നേരെ ലിവിങ് ഏരിയയിലേക്കാണ് എത്തുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞ പോലെ ഈ വീടൊരു യുണീക്കായിട്ടുള്ളൊരു വീടാണ്. ഇതിൻ്റെ യുണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ഇൻറ്റീരിയറിലൊക്കെ ഉവൈസ് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് ലിവിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ വാളിനകത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് പാനലിങ് ചെയ്തിട്ടുണ്ട്. അതിന് ഗ്രൂവൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ട് ഒരു പാനലിങ് ചെയ്തിട്ടുണ്ട്. ദെൻ മറ്റു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മനോഹരമായിട്ടുള്ള ആർട്ട് വർക്ക് ഉണ്ട്. അത് ഉവൈസ് ഖാൻ്റെ മോൾ അസുവ തന്നെ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണിത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ ഈ ലിവിങ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെയും ഇടയിൽ ഉണ്ടാകുന്ന ഒരു പാർട്ടീഷൻ, ഇത് മെറ്റൽ ഉപയോഗിച്ചിട്ട് അതിൽ CNC കട്ടിങ് ചെയ്തുകൊണ്ട് ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു പാർട്ടീഷനാണ് അത്. അതൊക്കെയാണ് ഇവിടുത്തെ ഇൻറ്റീരിയറിലുള്ള സ്പെഷ്യാലിറ്റീസ്. മേലെയാണെങ്കിൽ വിനീറിൻ്റെ കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കർട്ടൻസാണ്. ഒരു ബീജ് ഓഫ് വൈറ്റ് ആ ഒരു ടൈപ്പിലുള്ള ഒരു ഗ്രീനും കൂടെ വരുന്ന ഒരു കോമ്പിനേഷനാണ്, കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലോറിൻ്റെ ഒരു ഭാഗത്താണെങ്കിൽ ആൽഫ ഫിൻ എന്ന് പറയുന്ന ഒരു വുഡൻ സ്ട്രിപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. മൽവയിലെ വരുന്നതാണിത്. ആ വുഡൻ സ്ട്രിപ്പാണ് ഒരു സൈഡിൽ അങ്ങനെ ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഈ മെയിൻ 160x180x80 വരുന്ന ടൈലാണ് ഏറ്റവും ഫുള്ളായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മനോഹരമായിട്ടുള്ള കോസി ആയിട്ടുള്ളൊരു സോഫ സംവിധാനമുണ്ട്. പിന്നെ ഇവിടെ ടീപ്പോയി കൊടുത്തിട്ടുള്ളതിന് മേലെ തന്നെ വന്നിട്ടുള്ള ആ ഒരു 15 mm തിക്നെസ്സിൽ വരുന്ന ടൈൽ ഉപയോഗിച്ചാണ് അതിൻ്റെ ടോപ്പിംഗ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കടന്നു വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡൈനിങ് ഏരിയ കാണാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇവിടുത്തെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നേരത്തെ പറഞ്ഞ ആ വുഡൻ സ്ട്രിപ്പ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കെറോവിറ്റിൻ്റെ ഒരു ടാപ്പും അതുപോലെ തന്നെ കൊറിയൻ ടോപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും കൂടെ കാണാൻ കഴിയും. ഇവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലാണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റെയർസ് കാണാം. സ്റ്റെയർസ് ആണെങ്കിൽ GI കമ്പി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഗ്രില്ലിങ് ചെയ്തിട്ട് അതിൻ്റെ മേലെ വുഡൻ ആയിട്ടുള്ള ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എംസറിൻ്റെ സ്പാർക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ടൈൽ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത്.
ഇവിടെ നേരത്തെ പറഞ്ഞ സ്പാഗ്രസിൻ്റെ തന്നെ 160/80 ടൈലാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായിട്ടുള്ള ഈ ഒരു മൊത്തത്തിൽ ഇൻറ്റീരിയറിൻ്റെ തീമിനോട് പിടിക്കുന്ന ഒരു ഗ്രീൻ ചെയേഴ്സും ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു ടൈൽ കൊണ്ട് ടോപ്പിക്ക് ചെയ്തിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ടത് ഇവിടെ ഈ വാളിൽ പെയിൻറ്റിങ്ങിന് വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സംതിങ് സ്പെഷ്യലായിട്ട് ലുക്ക് അതിന് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഇവിടുത്തെ ഡൈനിങ് ടേബിളിൻ്റെ മേലുള്ള ലൈറ്റ്സ്, ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ ഒരു സംതിങ് സ്പെഷ്യലാണ്. പിന്നെ നമുക്കിതില്ല ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കിച്ചൻ്റെ, അതായത് കിച്ചണിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു കൗണ്ടർ ടേബിൾ പോലെ ഒരു കൗണ്ടർ ടോപ്പ്, അതായത് ഒരു ബാർ കൗണ്ടറൊക്കെ പോലെ നമുക്കൊരു സെർവിങ് ഏരിയ പോലെ കാണാം. ഇത് കൊറിയൻ ടോപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ വീട്ടിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയാവുന്ന ഒരു പാഷ്യോ എന്ന് വിളിക്കാവുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ അവിടെ വെച്ചിട്ടുള്ള അതേ വുഡൻ സ്ട്രിപ്പ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ സൺഹാർട്ടിൻ്റെ 50 mm തിക്നെസ്സിൽ വരുന്ന ടൈൽസ് ഉപയോഗിച്ചിട്ട് ഈ പോണ്ടിൻ്റെ കരകളിന് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ഹോൾ സെറ്റായിട്ട് സിംഗിൾ പീസായിട്ട് വരുന്ന ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു വാഷ് ബേസിൻ ഇവിടെ ഉണ്ട്. പ്ലസ് കെറോവേറ്റിൻ്റെ ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വാട്ടർഫോൾ സീരീസിൽ വരുന്ന നാച്ചുറൽ സ്റ്റോൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ഒരു ബെഡ്റൂമിനാണ് നിൽക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ഇൻറ്റീരിയർ വളരെ മനോഹരമായിട്ട് ഡിസൈനാണ്. അതായത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ കോമൺ ഏരിയയിലൊക്കെ കണ്ട ഇൻറ്റീരിയർ എലമെൻസിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഈ വാളിൽ കാണുന്ന ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബ്സും അതുപോലെ തന്നെ ചെയേഴ്സും കൊടുത്തിട്ടുള്ളതും നമ്മുടെ ഈ ബെഡ് കൊടുത്തിട്ടുള്ളതും പാനലിങ് കൊടുത്തിട്ടുള്ളതൊക്കെ അതിനെ ഒരു പൂർണ്ണമായിട്ടും ഈവൻ കർട്ടൻ കൊടുത്തിട്ടുള്ളതൊക്കെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. ഈ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ള വിനീറിൻ്റെ ഒരു വർക്കും ലൈറ്റ്സൊക്കെ കൂടി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഫ്ലോറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്പാഗ്രസിൻ്റെ 160/80 സൈസിൽ വരുന്ന ആ മാറ്റ് ഫിനിഷിൽ വരുന്ന ആ സ്മോക്കി വൈറ്റ് ആ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലൈറ്റ് കളർ ടൈൽ കൊടുത്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇൻറ്റീരിയറിനൊക്കെ ഭയങ്കരമായിട്ടൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പ്ലസ് ഈ റൂമിൻ്റെ ഒരു വിശാലത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ സമാനമായ തീംസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ എല്ലാ റൂമുകളും ചെയ്തിട്ടുള്ളത്. ബാക്കി 4 റൂം, മൊത്തം 4 റൂമുകളുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റ് റൂമാണ്. ബാക്കി 3 റൂമുകൾ കൂടെ ഞങ്ങളൊന്ന് കണ്ടു. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ കോമൺ ടോയ്ലറ്റിലാണ് നിൽക്കുന്നത്. കോമൺ സ്പേസിൽ നിന്ന് വരുന്ന ടോയ്ലറ്റാണ് നിൽക്കുന്നത്. ഈ ടോയ്ലറ്റിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് വാളിൽ അതുപോലെ ഫ്ലോറിലൊക്കെ കൊടുത്തിട്ടുള്ളത് കോട്ടൺ സീരീസിൽ വരുന്ന മാറ്റ് ഫിനിഷിലുള്ള ഒരു 4x2 സൈസ് ടൈലാണ്. അതോടൊപ്പം കോമ്പിനേഷനായിട്ട് മൊറോക്കൻ ഡിസൈനിലൊരു കോമ്പിനേഷൻ കൂടെ കൊടുത്തിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ വീട്ടിലെ എല്ലാ ടോയ്ലറ്റുകളും സമാനമായ രീതിയിൽ മൊറോക്കനും മറ്റുള്ള 4x2 മറ്റ് സൈസ് കൂടെ ഉപയോഗിച്ചിട്ടുള്ളൊരു കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻസാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ കിച്ചണിലുള്ളത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കൊറിയൻ ടോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പാണ്. ഇതങ്ങനെ ത്രൂ ഔട്ട് വന്നിട്ട് കിച്ചണിൽ മൊത്തത്തിൽ ഈ ഒരു കൗണ്ടർ ടോപ്പാണ് വന്നിട്ടുള്ളത്. മനോഹരമായിട്ട് ഒരു ഭാഗത്താണെങ്കിൽ 160/80 സൈസിലുള്ള ഒരു ടൈൽ ഉപയോഗിച്ചിട്ട് വാൾ പാനലിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൗണ്ടറിന് മനോഹരമായി പാനലിങ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ക്യാബിനറ്റൊക്കെ വളരെ സ്പെഷ്യലായിട്ട് തോന്നുന്ന രീതിയിൽ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻറ്റീരിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുണീക്നെസ് കൊണ്ടുവരാൻ പരമാവധി ഒരു മോഡേൺ ഔട്ട്ലുക്കോട് കൂടിയിട്ടുള്ള ഒരു പരമാവധി പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാളിലൊക്കെ നമ്മുടെ അസ്ബ മോളുടെ കുറേ കൂടെ പുതിയ വർക്കുകൾ കൂടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിമനോഹരമാണ് ഈ സംഗതികൾ. ബാക്കി കാര്യങ്ങളും നോക്കാം. ഈ കിച്ചണിലെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കൊറിയൻ ടോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പാണിത്. പക്ഷേ ഈ കൊറിയൻ ടോപ്പ് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വേറെ ജോയിൻസ് ഒന്നും ഇല്ലാത്തൊരു വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അതൊരു സ്പെഷ്യാലിറ്റിയാണ്, സംതിങ് യുണീക്കാണത്. പിന്നെ അതിനകത്ത് ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളറുള്ള കറോവിറ്റിൻ്റെ ഫിറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. അത് ഗംഭീരമായിട്ടൊരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. ഇത് ആ കിച്ചണിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ശരിക്കും ഒരു സെക്കൻഡ് കിച്ചൺ എന്നോ അല്ലെങ്കിൽ വർക്കിംഗ് കിച്ചൺ എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയയാണ്. വളരെ മനോഹരമായിട്ട് ഈ ഭാഗവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പൺഹാർട്ടിൻ്റെ 15 mm തിക്നെസ്സിൽ വരുന്ന മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഹാഫ്ലാൻ്റെ ചിമ്മിനി ഹോപ്സ് സെറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള ഐക്കാണത്. പിന്നെ ഇവിടെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പുൾ ഔട്ട് ടാപ്പാണ് ഇവിടെ കിച്ചൺ സിങ്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഒരു പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് ഒരു ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്ക് ആൻഡ് ഫീൽ ഈ കിച്ചൻ്റെ സെക്കൻഡ് കിച്ചണിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേഴ്സ് കയറിയിട്ട് മേലൊക്കെ കയറി വന്നാൽ ഇവിടെ വളരെ വിശാലമായിട്ടൊരു കോമൺ ലിവിങ് സ്പേസ് ആണുള്ളത്. ഇവിടെ ബീച്ച് കളറിലുള്ള മനോഹരമായിട്ടുള്ള കോസി ആയിട്ടുള്ളൊരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടുത്തെ TV ക്യാബിനറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് നമ്മുടെ പുറത്ത് ആ ഇൻറ്റീരിയറിൻ്റെ തീം അതേപോലെ സീലിങ്ങിലാണെങ്കിലും ശരി, കർട്ടൻസിലാണെങ്കിലും ശരി, എയർനെസ്സിലാണെങ്കിലും ശരി, ലൈറ്റ്സ് ഹാങ്ങിങ് ലൈറ്റ്സിലാണെങ്കിലും ശരി ഒക്കെ അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫ്ലോർ നമ്മൾ നേരത്തെ പറഞ്ഞ 160/80 അതിലാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ 2 ഭാഗത്തേക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള വിൻഡോസ് ഉണ്ട്. ഈ ഭാഗത്തേക്കുള്ള ഓപ്പൺ ടെറസിൽ തുറന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പുറകിലുള്ള വയൽ കാണാം, മനോഹരമായിട്ട് പ്ലാന്റ്സ് ഒക്കെ ഒരു ഫ്രെയിം ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ ഈ ഭാഗത്തുള്ള ടെറസിലേക്കുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു വയലും ആ റോഡൊക്കെ കാണുന്ന ഒരു വിഷ്വൽ കിട്ടുന്നുണ്ട്. ഈ 2 സൈഡിലും ഓപ്പൺ ടെറസിൽ 16/16 സൈസിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ടെറസിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് ഞങ്ങൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് കയറി കാണാൻ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരത് ചെയ്യാൻ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും ശരി, ഈ വീട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന കരുതാണ്. ഇതുവരെ ഞങ്ങൾക്ക് തന്ന പിന്തുണ വീണ്ടും തുടരുക. എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്.